ശരി. ശ്രീ മുരളീധരൻ കൂടി, സിൻഡിക്കേറ്റ് അംഗം ശ്രീ മുരളീധരൻ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുരളീധരൻ, ഇപ്പോൾ ശ്രീ ഗോപകുമാർ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് VC-യുടെ ഒരു ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം അവിടെ ചർച്ചയായി, അവരുടെ പ്രതിവാര സംവാദ പരിപാടിയിൽ ചർച്ചയായി വന്നേനെ, ഒരു ദേശവിരുദ്ധ പ്രവർത്തനം അവിടെ നടന്നേനെ. അത് VC-യുടെ ഇടപെടൽ കൊണ്ട് മാത്രം ഇല്ലാതായി എന്നാണ് ശ്രീ ഗോപകുമാർ വിശ്വസിക്കുന്നത്. അവിടെ ഈ ഒരു VC-യുടെ നടപടിയിൽ എന്തിനാ വരണ്ടേ? അവിടെ അങ്ങനെ ഒരു സെമിനാർ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. സെമിനാർ ഇല്ലാത്ത ഒരു സെമിനാറിന്റെ പേരിലല്ലേ ഈ വിവാദം എല്ലാം ഉണ്ടാക്കിയത് VC. സെമിനാർ ഇല്ല, അവിടെ പ്രതിവാര സംവാദ പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും തമിഴ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഒരു ചർച്ചാ പരിപാടി. തമിഴ് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകരും സ്കോളർമാരും ചേരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഫോറം. അവര് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ആനുകാലികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വിഷയം എടുത്തിട്ട് അത് ചർച്ചയ്ക്ക് വിധേയമാക്കും. അത് നമ്മുടെ ഗവേഷണ മേഖലയിൽ നടക്കേണ്ട ഏറ്റവും ആരോഗ്യപരമായ ഒരു പ്രവർത്തനമല്ലേ. ആ നിലയ്ക്ക് തമിഴ് മാസികയിൽ വന്ന ജനനായകം, ന്യൂ ഡെമോക്രാറ്റിക് എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ, അങ്ങനെ ഒരു വാരികയിൽ വന്ന ഒരു ലേഖനം നമുക്ക് വെള്ളിയാഴ്ച ചർച്ചയ്ക്ക് വിഷയമാക്കാം എന്ന് ഒരു വിദ്യാർത്ഥി വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു. തമിഴ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ഇത് ശ്രദ്ധയപ്പെട്ടപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചർച്ച വേണ്ട, നമുക്ക് മറ്റൊരു വിഷയം എടുക്കാം എന്ന് ഡിപ്പാർട്ട്മെന്റ് മേധാവി പറയുന്നു. ആ കുട്ടി അത് വിഡ്രോ ചെയ്യുന്നു. അന്നത്തെ ഒരു വിഷയമാക്കി അവരെടുത്തത് ഒരു ചെറുകഥയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണെന്ന് അവരവിടെ നടത്തിയത്. അല്ലാതെ ഒരു സെമിനാറും ഒരു സെമിനാർ ഡിപ്പാർട്ട്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ സർവകലാശാലയിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇത് സെമിനാർ അല്ല, അത് നമ്മൾ ഈ സെമിനാർ എന്ന വാക്കിൽ മാത്രം പിടിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം അത് സെമിനാർ അല്ല, പ്രതിവാര ചർച്ചാ പരിപാടിയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമുക്കറിയാം, റിസർച്ച് സ്കോളർമാരൊക്കെ ഉള്ളിടത്തൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ നമ്മൾ ഇരുന്നൊരു വിഷയം ചർച്ച ചെയ്യുന്നതൊക്കെ സ്വാഭാവികം. പക്ഷേ അവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ? അതും രാജ്യം ഒറ്റക്കെട്ടായി ഇങ്ങനെ ഒരു സമയത്ത് നിൽക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ? ഞാൻ ചോദിക്കുന്നത്, VC ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ ചർച്ച അവിടെ നടക്കുമായിരുന്നോ? VC നടപടിയിലില്ലാതെ തന്നെ വകുപ്പ് മേധാവി അത് അങ്ങനെ ഇത്ര ഒരു വിഷയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ച ചെയ്യണ്ടെന്ന് തന്നെ ആ കുട്ടിയുടെ ശ്രദ്ധയപ്പെടുത്തി അത് അപ്പൊ തന്നെ പിൻവലിച്ചുള്ളൂ. ശരി, ആ കുട്ടി അങ്ങനെയാണെങ്കിൽ പിന്നീട് VC ഉണ്ടാക്കിയ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ഈ കാണുന്നതൊക്കെ. VC ഉണ്ടാക്കിയ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ഈ കണ്ടതെല്ലാം. അത് കേരള സർവകലാശാല പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയെ ലോകത്തിന്റെ മുന്നിൽ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് VC-യുടെ ഭാഗത്തുണ്ടായത്. അത് ഇന്നലെ ഞങ്ങൾ ശക്തമായി സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് പറഞ്ഞു. ശരി, വളരെ നന്ദി ശ്രീ മുരളീധരൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒപ്പം ശ്രീ ഗോപകുമാർ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. യൂണിവേഴ്സിറ്റി